ബോളിവുഡ് ചിത്രങ്ങളെ പോലും പിന്നിലാക്കിയാണ് മാർക്കോയുടെ കുതിപ്പ്. 34 ഷോകളിൽ ആരംഭിച്ച സിനിമ രണ്ടാഴ്ച കൊണ്ട് 1327 സ്ക്രീനുകളിലായി 3000-ൽ അധികം ഷോകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിലും ചിത്രം മികച്ച രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ്. ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് മേഖലയിലെ വമ്പന്മാരായ നൂറി പിക്ചേഴ്സുമായി ഒരു സുപ്രധാന ഡിസ്ട്രിബ്യൂഷൻ കരാർ ചിത്രം സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായി മാറിയ ബാഹുബലിക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ നിന്നും ഇത്രയും അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമായി മാർക്കോ മാറിയിരിക്കുന്നു. ഒരു ആക്ഷൻ പാക്ഡ് ക്രൈം ഡ്രാമയായിട്ടാണ് ഈ ചിത്രം തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുന്നത്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സൂക്ഷ്മമായി കൊറിയോഗ്രാഫി ചെയ്ത ആക്ഷൻ രംഗങ്ങളിലൂടെ സ്വർണ്ണക്കടത്തിന്റെ അപകടകരമായ ലോകത്തിനുള്ളിലെ പ്രതികാരത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും സങ്കീർണതകളുടെയും ശ്രദ്ധേയമായ ഒരു വിവരണമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രം എന്ന ലേബലോടെയാണ് എത്തിയത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ്, ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ്, സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ്, ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻ MR, കലാസംവിധാനം സുനിൽ ദാസ്, മേക്കപ്പ് സുധി സുരേന്ദ്രൻ, കോസ്റ്റ്യൂം ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ, പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സമന്തക് പ്രദീപ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അബ്ദുൽ ഗദാഫ്, ജുമാന ഷെരീഫ് എന്നിവരാണ്. ഓക്കെ, അപ്പൊ ഇതില് ബാലചേട്ടൻ വരുന്നുണ്ട്. അപ്പൊ ആ ട്രോളൊക്കെ കേട്ടിരുന്നു, ഞാന് ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ്. ഫ്രഷ് ക്വസ്റ്റ്യൻ, ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതല്ല ഞാൻ കേട്ടില്ല. ശരി പറ. ഈ ട്രോള് വരുന്ന മുന്നേ തന്നെ നമ്മള് ബാലെ കാസ്റ്റ് ചെയ്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ഉണ്ണി മുകുന്ദൻ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ഏകദേശം ഒരു ഒറിജിനൽ ബെൽറ്റ് ഇല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനുണ്ട്, ബാലുണ്ട്, അനൂപ് ഉണ്ട്, മേനൻ ഇല്ലെങ്കിലും പന്തളത്തിലും ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഞങ്ങൾ ഒരു ബെൽറ്റ് പാർവതി ചോദിക്ക്, നല്ല സൂപ്പർ സിനിമ ഉറപ്പായി ഹിറ്റാവും. ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലചേട്ടനെ വിളിച്ചു. ചേട്ടാ എങ്ങനെയുണ്ട് സംഭവം, കഥ പറഞ്ഞാൽ നിൽക്കുക. ഞാൻ ചേട്ടാ എന്താ മിണ്ടാതിരിക്കുന്ന ചേട്ടാ? അനൂപ്, ഞാനൊരു രാശി പറയാം. ഒരു പ്രഡിക്ഷനാണ്. ഇത് സൂപ്പർ ഹിറ്റാവും. ഇത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാകും. എനിക്കും വലിയ ക്യാരക്ടർ, സന്തോഷം പറഞ്ഞിട്ട് പാവം. നല്ല പെർഫോമൻസ് സിനിമയിൽ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. എല്ലാവരും നാട്ടിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, പോസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വിപിൻ അഭിനയിച്ചിട്ടുണ്ട്, സനീഫ് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന സിനിമകളാണ്. സിനിമയാണ്. ഉണ്ണിച്ചേട്ടൻ കൂടുതലും കുറെ ആക്ഷൻ സിനിമ, ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടു, ആക്ഷൻ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഒന്ന് സിനിമ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ല ഫീൽ ഗുഡ് സിനിമകൾ എടുത്ത് തുടങ്ങിയത്, ഒരു ബ്രേക്ക് എടുത്തിട്ട്. ഇപ്പൊ ആ ഒരു ഇതെങ്ങനെയുണ്ട് ഫീൽ ഗുഡ് സിനിമകൾ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്? ഞാൻ കൂടുതൽ ആക്ഷൻ സിനിമ ചെയ്തു എന്നല്ല, ഞാൻ ആക്ഷൻ നന്നായിട്ട് ചെയ്തത് കൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ആക്ഷൻ സിനിമകളാണെന്ന് ഒരു ചെറിയൊരു ഇൻ ടോക്ക് വന്നു. എനിക്ക് അങ്ങനെ തോന്നി. ബിക്കോസ് എൻ്റെ അടുത്ത് വിഷ്ണു മേപ്പടിയാൻ്റെ കഥ പറയുന്ന മുന്നേ തന്നെ 4 പേര് വിഷ്ണുവെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ ഇല്ലെങ്കിൽ ഉണ്ണി സിനിമ ചെയ്യില്ലെന്ന്. അപ്പൊ അത്രത്തോളം എന്തൊരവസ്ഥയാണ്. യശിനെയൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മൾ KGF ഒക്കെ കാണുന്ന ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ അതേ അതിശയത്തോടെയൊക്കെയാണ് ഇപ്പോൾ മാർക്കോ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നത്. ഉണ്ണിമുകുന്ദന്റെ പല ഇന്റർവ്യൂകളും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. ഇത്രയും സിമ്പിൾ ആണോ ഈ നടൻ എന്നാണ് പല ഇന്റർവ്യൂകളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും. മാർക്കോ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആ സന്തോഷം പങ്കിട്ട് നടൻ ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷമായി ഫാമിലി സിനിമകൾ മാത്രമാണ് ചെയ്തിരുന്നത് എന്നും അതിനൊരു ചേഞ്ച് ആയിരുന്നു മാർക്കോ എന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു. മാർക്കോയ്ക്ക് 4ാം ഭാഗവും ഉണ്ടായേക്കാമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് മാർക്കോ. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ആക്ഷൻ സിനിമകൾ വേണ്ട, ഫാമിലി സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. മാളികപ്പുറത്തിന്റെ സമയത്താണ് ഹനീഫ് മാർക്കോയെ കുറിച്ച് പറയുന്നത്. പിന്നീട് അത് മുന്നോട്ട് പോയി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ സിനിമ എടുക്കാൻ പറ്റി. മാർക്കോ ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പായിരുന്നു. മലയാളത്തിൽ ഇതുവരെ നടന്മാർ ചെയ്യാത്ത ആക്ഷൻസ് ചെയ്യാൻ താൻ റെഡിയായിരുന്നു. പിന്നെ മിനിമം ഗ്യാരണ്ടി കഥയുമുണ്ട്. അതുകൊണ്ട് ഹിറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്രയും വലിയ ഹിറ്റാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു.
ഒരു ദിവസം മലയാളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഹിന്ദിയിൽ നിന്നും കിട്ടി എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. മാർക്കോ 2 ഉണ്ടാകും, ചിലപ്പോൾ തേർഡ് പാർട്ടും ഉണ്ടാകും. തന്റെ മനസ്സ് പറയുന്നു മാർക്കോ 4ാം ഭാഗവും ഉണ്ടാകും എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. അതുവരെ നമ്മൾ പോകും, ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഡിസംബർ 20-നാണ് മാർക്കോ റിലീസ് ചെയ്തത്. ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ചിത്രം കഴിഞ്ഞ ദിവസമാണ് 100 കോടി ക്ലബിലെത്തിയത്. സഞ്ജു ലക്ഷ്മി എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, സഞ്ജു ലക്ഷ്മി, അതിൽ ലക്ഷ്മിനെ വിളിക്കുകയാണ്. അപ്പം ഞാൻ ഈ കാര്യം വിട്ടുപോയിട്ട് ഇപ്പം പിന്നെ കഥയും ഡയറക്ടറുമായിട്ട് അന്ന് ഫോട്ടോയും കാണിച്ച് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞില്ലേ, വിളിച്ചു കഴിഞ്ഞിട്ട് ചേട്ടാ ഓക്കെ ഏട്ടാ ഓക്കെ ഏട്ടാ എന്ന് പറഞ്ഞ് വെച്ച് ഈ സഞ്ജുവിനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്ന് തിയേറ്ററിൽ വെച്ച് കണ്ട്, പന്തളത്ത് വെച്ചിട്ട് ചേട്ടാ സോറി ഏട്ടാ ചേട്ടാ വിശ്വസിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാം, അപ്പം വിട്ടുപോയി ഇതൊക്കെ. ചേട്ടാ ഷെഫീഖിന്റെ സന്തോഷത്തിൽ വിളിച്ചപ്പം പ്രാങ്കാന്ന് കരുതി വൈഫ് ഇരുന്നെന്ന്. ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ചേട്ടാ റെസ്പോണ്ട് ചെയ്യാതെ വിളിക്കുക പറ്റിപ്പോയി ചേട്ടാ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണല്ലോ. അപ്പൊ അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ അനുപേടിനെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നോണ്ട് ആൾക്കാർ അനുപേടം പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. കേരളം 25-ാം തീയതി ഷഫീഖിന്റെ സന്തോഷം എന്നൊരു സിനിമ അനൂപ് ഡയറക്ട് ചെയ്ത സിനിമ ജെനുവിൻലി റിലീസ് ആവുന്നുണ്ട്. എനിക്ക് എന്നോട് ഒരാൾ പറഞ്ഞു അനൂപിന്റെ ബിഗ് ബഡ്ജറ്റ് പ്രാങ്ക് ആണെന്ന്. പിന്നെ അതുപോലെ ഒരാൾ ഒരു സിനിമ എഴുതി കഷ്ടപ്പെട്ട് വെച്ചിട്ട് പ്രാങ്ക് അടിക്കാൻ തുടങ്ങിയത്. ഒരു സിനിമ ഒരാൾ എഴുതി കഷ്ടപ്പെട്ട് ഡയറക്ട് ചെയ്ത് അതിന് ഉണ്ണിമുകുന്ദനെ പോലെ ഒരു ഹീറോ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദനെ കഷ്ടപ്പെടാൻ ആലോചിച്ച് നോക്കിയേ, ഇത് പ്രാങ്ക് അല്ലെന്നോ ഇന്റർവ്യൂ എന്ന് പറയണ ടെൻഷനാ തുടങ്ങി.